ഓഫീസ് ക്യാബിനിൽ AC-യുടെ തണുപ്പ് പോലും അഗ്നിയുടെ ഉള്ളിലെ തീയെ തണുപ്പിച്ചില്ല. ലാപ്ടോപ്പ് സ്ക്രീൻ അടച്ചെങ്കിലും മനസ്സിൽ ആ മെയിൽ മിന്നി നിന്നു. ഐ ആം കമ്മിങ് ഫോർ യു ആൻഡ് ഫോർ ഹെർ. ഓരോ വാക്കും ഒരു കത്തി പോലെ അവൻ്റെ നെഞ്ചിൽ തറച്ചു. നച്ചു ബുക്ക് അടച്ചുവെച്ച് അവനെ നോക്കി. ദേവേട്ട, എന്താ ആലോചിക്കുന്നത്? എന്നോട് പറ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ ദേവേട്ട? അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു. അഗ്നി ഒരു ദീർഘശ്വാസമെടുത്തു. അവളുടെ മുഖം 2 കൈകൊണ്ടും പിടിച്ചു. നച്ചു, ഒരു പ്രശ്നവുമില്ല. ഞാനുള്ളപ്പോൾ നിനക്കൊരു പ്രശ്നവും വരില്ല. ഇതിപ്പോൾ വർക്ക് ടെൻഷനാണ്, നീ വിഷമിക്കണ്ട. അവൻ ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ ചിരിയിൽ ജീവനില്ലായിരുന്നു. നച്ചുവിനത് മനസ്സിലായി. അവൾ എഴുന്നേറ്റ് അവൻ്റെ മടിയിൽ കയറിയിരുന്നു. ദേവേട്ട, എന്നോട് കള്ളം പറയരുത്. എൻ്റെ കണ്ണിൽ നോക്കി പറയൂ, എന്താ സംഭവിച്ചത്? ഞാൻ ദേവേട്ടൻ്റെ ഭാര്യയല്ലേ? സുഖവും സന്തോഷവും മാത്രമല്ല, ദുഃഖവും പങ്കുവയ്ക്കണം. പറയ് ദേവേട്ട, എന്താ എൻ്റെ ദേവേട്ടന്? അഗ്നി കുറച്ചു നേരം അവളെ നോക്കി. നച്ചു, വിക്രാന്ത് അവൻ ജയിലിൽ നിന്ന് മെസ്സേജ് അയച്ചു. അവൻ നിർത്തിയിട്ടില്ലെന്ന്, വീണ്ടും വരുമെന്ന്, നിന്നെ ഉപദ്രവിക്കുമെന്ന്. അവൾ അഗ്നിയുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചു. അവൻ്റെ കവളിൽ കൈവച്ചു. ദേവേട്ട, എനിക്ക് പേടിയില്ല ദേവേട്ട. ദേവേട്ടൻ കൂടെ ഉള്ളപ്പോൾ ഞാൻ എന്തിനെയാ ഭയക്കുന്നത്? അഗ്നി അവളെ വലിച്ച് നെഞ്ചോട് ചേർത്തു. നച്ചു, എൻ്റെ ജീവൻ പോയാലും നിന്റെ ഒരു മുടിനാരിനു പോലും ഒന്നും സംഭവിക്കില്ല. ഇത് അഗ്നിദേവിൻ്റെ വാക്ക്. അവൻ അവളുടെ നെറ്റിയിൽ മൃദുവായി ഉമ്മ വച്ചു. അങ്ങനെ എൻ്റെ ദേവേട്ടനില്ലാതെ എനിക്കെന്തിനാ ഈ ജീവിതം? അവൾ ഇടർച്ചയോടെ ചോദിച്ചു. നച്ചു, അവൻ്റെ ഹൃദയം പിടഞ്ഞുപോയി. അവൻ അവളുടെ മുഖം കയ്യിലെടുത്തു. മുഖത്ത് തൂരെ ഉമ്മ വച്ചു. ഇല്ലടാ, നിന്നെ വിട്ട് എനിക്കെങ്ങും പോകാൻ കഴിയില്ല, അതിനി മരണത്തിലേക്കായാലും. അപ്പോൾ ഡോറിൽ മുട്ട് കേട്ടു. വന്നോളൂ വിക്രം. വിക്രം അകത്തേക്ക് വന്നു. ബോസ്, ചെക്ക് ചെയ്തു. വിക്രാന്തിനെ കാണാൻ ഇന്നലെ ഒരു ലോയർ വന്നിരുന്നു. പേര് അഡ്വക്കേറ്റ് അർജുൻ നായർ. പക്ഷേ ബോസ്, അവൻ ലോയർ മാത്രമല്ല, അണ്ടർവേൾഡ് ലിങ്കുണ്ട്. ദുബൈയിൽ ഒരു വലിയ ഗ്യാങ്ങിൻ്റെ ലീഗൽ അഡ്വൈസറാണ്. അവൻ്റെ ബോസ് ആരാണെന്ന് അറിയില്ല, പക്ഷെ അവൻ ഡേഞ്ചറസ് ആണ്. അഗ്നിയുടെ കണ്ണിൽ തീയാളി. അർജുൻ നായർ, ദുബായ് ലിങ്ക്. അപ്പോൾ വിക്രാന്തിൻ്റെ പിന്നിൽ ദുബൈയിലെ ആരോ ഉണ്ട്. അവൻ എഴുന്നേറ്റു. ഗ്ലാസിൻ്റെ അടുത്തേക്ക് നടന്നു. പക്ഷേ അവൻ്റെ ഉള്ളിൽ കൊടുങ്കാറ്റാഞ്ഞടിച്ചു. വിക്രം, അർജുൻ നായരിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് എനിക്ക് വേണം. ഓഫീസ്, വീട്, ഫാമിലി, ഫോൺ റെക്കോർഡ്സ് എല്ലാം 1 മണിക്കൂറിൽ. യെസ് ബോസ്. വിക്രം തലയാട്ടി പുറത്തേക്ക് പോയി. നച്ചു പതിയെ അഗ്നിയുടെ അടുത്തേക്ക് വന്നു. അവൻ്റെ പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചു. അവൻ്റെ പുറത്ത് മുഖം ചേർത്ത് വെച്ചു. ദേവേട്ട, എന്താണിതെല്ലാം? നമ്മുടെ ജീവിതം എപ്പോഴും ഇങ്ങനെ യുദ്ധമായിരിക്കുമോ? സമാധാനം ഇല്ലേ നമുക്ക്? അവളുടെ സ്വരത്തിൽ വേദനയോ ടെൻഷനോ ഒക്കെ നിറഞ്ഞിരുന്നു. അഗ്നി തിരിഞ്ഞ് അവളെ നോക്കി. അവളുടെ കണ്ണിൽ കണ്ണുനീരിൻ്റെ തിളക്കം. അവനത് വിരൽ കൊണ്ട് തുടച്ചു നീക്കി. നച്ചു, ഇതെൻ്റെ ലോകമാണ്, ഞാൻ തിരഞ്ഞെടുത്ത ലോകം. പക്ഷെ നീ ഇതിൽ പെടാൻ പാടില്ലായിരുന്നു. എൻ്റെ തെറ്റാണ്. നിന്നെ ഞാൻ ഈ തീയിലേക്ക് വലിച്ചിട്ടു. സോറി നച്ചു, സോറി. അവൻ അവളുടെ നെറ്റിയിൽ നെറ്റി മുട്ടിച്ചു പറഞ്ഞു. അവൾ അവൻ്റെ വായ പൊത്തി. വേണ്ട ദേവേട്ട, സോറി പറയരുത്. ദേവേട്ടൻ്റെ ലോകം അതാണ് എൻ്റെയും ലോകം. തീയാണെങ്കിലും നരകമാണെങ്കിലും ദേവേട്ടൻ്റെ കൂടെ ഞാൻ സന്തോഷവതിയായിരിക്കും. പക്ഷേ ഒരാഗ്രഹം മാത്രം, നമുക്ക് ജീവിക്കണം ഒരുമിച്ച്. നമ്മുടെ പ്രണയം, നമ്മുടെ വിവാഹം, നമ്മുടെ പ്രണയ നിമിഷങ്ങൾ, നമ്മുടെ കുട്ടികൾ, അങ്ങനെ പരസ്പരം പ്രണയിച്ചുകൊണ്ട് ഒരു സാധാരണ ജീവിതം, അത് മതി എനിക്ക്. അഗ്നിയുടെ ഹൃദയം കുതിച്ചു.
അവൻ അവളെ എടുത്തുയർത്തി ഗ്ലാസിൻ്റെ മുന്നിൽ അവളെ ചേർത്ത് നിർത്തി. നച്ചു, ഞാൻ വാക്ക് തരുന്നു, നീ ആഗ്രഹിച്ച ജീവിതം നമുക്കുണ്ടാകും. നമ്മൾ ഒരുമിച്ച് ജീവിക്കും. അമ്മയും മീരയും നമ്മുടെ കുഞ്ഞുങ്ങളും. ഇത് എൻ്റെ വാക്ക്. അവൾ അവൻ്റെ നെഞ്ചിൽ ചാഞ്ഞു. ദേവേട്ട, ഐ ലവ് യു. എൻ്റെ ജീവനേക്കാൾ ഞാൻ എൻ്റെ ദേവേട്ടനെ സ്നേഹിക്കുന്നു. അവൻ അവളുടെ ഉച്ചയിൽ ഉമ്മ വച്ചു. ലവ് യു ടു നച്ചു. അവൻ അവളുടെ കഴുത്തിൽ ഉമ്മ വച്ചു. അപ്പോഴാണ് ഫോൺ റിങ് ചെയ്തത്. വിക്രം. ബോസ്, ഒരു പ്രശ്നം ബോസ്. എന്താണ് വിക്രം, പറയൂ. അർജുൻ നായർ, അവൻ മിസ്സിംഗ് ആണ് ബോസ്. ഇന്നലെ രാത്രി മുതൽ ഓഫീസിൽ വന്നില്ല, വീട്ടിലില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അവൻ്റെ കാർ സീ ഫേസിൽ ഉപേക്ഷിച്ച നിലയിൽ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അഗ്നിയുടെ മുഖം മാറി. അതിപ്പോ ഡെവിളിനെ പോലെ. മിസ്സിംഗ്? അല്ലെങ്കിൽ ആരോ അവൻ വാക്ക് പൂർത്തിയാക്കിയില്ല. വിക്രം, പോലീസ് സ്റ്റേഷനിലേക്ക് പോ. CCTV ചെക്ക് ചെയ്യ്. അവൻ എവിടെ പോയി? അല്ലെങ്കിൽ ആരാണ് അവനെ കൊണ്ടുപോയത്? എല്ലാം എനിക്കറിയണം. യെസ് ബോസ്. ഫോൺ കട്ട് ചെയ്ത് അഗ്നി നച്ചുവിനെ നോക്കി. നച്ചു, കളി മാറുന്നുണ്ട്. ഇത് വിക്രന്തല്ല, ഇതിനു പിന്നിൽ വേറെ ആരോ ഉണ്ട്. അർജുൻ നായർ പോലും സേഫ് അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ കെയർഫുൾ ആയിരിക്കണം. നച്ചു അവൻ്റെ കൈ മുറുകെ പിടിച്ചു. ദേവേട്ട, എന്തിനും ഞാൻ ദേവേട്ടൻ്റെ കൂടെയുണ്ട്. എന്തു വന്നാലും, മരണം തന്നെ മുന്നിൽ വന്നാലും ദേവേട്ടനെ വിട്ട് ഞാൻ പോകില്ല. അഗ്നി അവളെ ചേർത്ത് പിടിച്ചു. പുറത്ത് ആകാശത്ത് കാർമേഘം ഉരുണ്ടുകൂടി. പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി. വലിയ തുള്ളികൾ ഗ്ലാസിൽ തട്ടിച്ചിതറുന്നു. ഒരു കൊടുങ്കാറ്റ് വരുന്നുണ്ട് അഗ്നിയുടെ ജീവിതത്തിലേക്ക്, ഏറ്റവും വലിയ കൊടുങ്കാറ്റ്. പക്ഷെ അവൻ എന്തിനും തയ്യാറാണ്, അവൻ്റെ നച്ചുവിനു വേണ്ടി. അവൻ ഗ്ലാസിൽ കൂടി പുറത്തേക്ക് നോക്കി. വരൂ, ആരായാലും വരൂ. അഗ്നിദേവ് റെഡിയാണ്. എൻ്റെ നച്ചുവിനെ തൊട്ടാ നിന്റെ ജന്മം തന്നെ അവസാനിപ്പിക്കും ഞാൻ. മഴ പുറത്ത് ശക്തി പ്രാപിച്ചു. ഗ്ലാസിൽ വെള്ളം ഒഴുകി വീണു. മുംബൈ നഗരം മുഴുവൻ നനഞ്ഞു കുളിച്ചു. ഓഫീസ് ക്യാബിനിൽ നിശബ്ദത തങ്ങി നിന്നു. അഗ്നിയുടെ ശ്വാസം മാത്രം കനത്ത് കേട്ടു. നച്ചു അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. അവളുടെ വിരലുകൾ വിറയ്ക്കുന്നുണ്ട്. പക്ഷെ കണ്ണിൽ പേടിയില്ല. എന്തു വന്നാലും അഗ്നിയുണ്ട് കൂടെ എന്ന ധൈര്യം മാത്രം. ദേവേട്ട, അർജുൻ നായർ, അവനെ ആരെങ്കിലും? അവളുടെ ശബ്ദം പതിഞ്ഞുപോയി. അഗ്നി തിരിഞ്ഞ് അവളെ നോക്കി. ഒരു കൈകൊണ്ട് അവളുടെ കവളിൽ തൊട്ടു. നച്ചു, എനിക്കറിയില്ല, പക്ഷേ ഇത് സാധാരണക്കാരനല്ല. ഒരു ലോയർ, ദുബൈ, വലിയ പിടിപാടുള്ളവൻ. അവനൊരിക്കലും അങ്ങനെ മിസ്സിംഗ് ആകില്ല. ഇതിനു പിന്നിൽ വലിയൊരു കളിയുണ്ട്, മറഞ്ഞിരിക്കുന്ന ഒരു ശത്രു. അപ്പോഴാണ് വിക്രം ഡോർ തുറന്ന് അകത്തേക്ക് വന്നത്. മുഖത്ത് നല്ല ടെൻഷനുണ്ട്. കയ്യിലൊരു ടാബ്. ബോസ്, CCTV ഫുട്ടേജ് കിട്ടി. സീ ഫേസിൽ നിന്ന് ഇന്നലെ രാത്രി 12 മണിയുടെ വിഷ്വൽസ്. അവൻ ടാബ്ലറ്റ് അഗ്നിയുടെ നേരെ നീട്ടി. സ്ക്രീനിൽ ഒരു കറുത്ത ഓടി. നമ്പർ പ്ലേറ്റ് ഇല്ല. അതിൽ നിന്ന് 3-4 പേരിറങ്ങുന്നു. മുഖം മൂടിയിട്ടിരിക്കുന്നു. കയ്യിൽ ഗണ്ണുണ്ട്. അവർ അർജുൻ നായരുടെ കാറിൻ്റെ അടുത്തേക്ക് നടക്കുന്നു. അർജുൻ കാറിൽ നിന്നിറങ്ങി അവരോട് സംസാരിച്ചു. പെട്ടെന്നൊരാൾ അവൻ്റെ തലക്കടിച്ചു. അവൻ വീണതും ബാക്കിയുള്ളവർ അവനെ എടുത്ത് ഓടിയിൽ കയറ്റി. കാർ സ്പീഡിൽ പാഞ്ഞുപോയി. എല്ലാം വെറും 2 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞു. അഗ്നി ടാബിൽ മുറുകെ പിടിച്ചു. സ്ക്രീനിൽ അവൻ്റെ വിരൽ അമർന്നു. വിക്രം, കാർ ട്രേസ് ചെയ്തോ? യെസ് ബോസ്. ലാസ്റ്റ് സീൻ ബാന്ദ്ര വെസ്റ്റ്, ഒരു ഓൾഡ് വാർ ഹൗസിൻ്റെ അടുത്ത്. അതിനുശേഷം സിഗ്നൽ ഇല്ല. അവർ ജാമർ യൂസ് ചെയ്തിട്ടുണ്ട്. നച്ചു എത്തി വീഡിയോ കണ്ടു. അവളുടെ മുഖം വിളറി. ദേവേട്ട, അവർ അവനെ കൊല്ലുവോ? അഗ്നി ടാബ് താഴെ വെച്ചു. അവളുടെ തോളിൽ കൈവച്ചു. നച്ചു, അർജുൻ നായർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ശിക്ഷ അനുഭവിക്കണം. ആരോ നിയമം കയ്യിലെടുക്കുന്നു. അതെനിക്ക് സമ്മതിക്കാൻ പറ്റില്ല. ഞാൻ ക്രിമിനൽ ആയിരിക്കാം, പക്ഷേ എൻ്റെ റൂൾ ഇന്നസെൻ്റ് ആയവർ, കുട്ടികൾ, സ്ത്രീകൾ എന്നിവരെ ആരും ഉപദ്രവിക്കരുത് എന്നാണ്. ബോസ്, അർജുൻ നായരുടെ ഫാമിലി
അവൻ്റെ ഭാര്യയും ഒപ്പം അവൻ്റെ 2 കുട്ടികളും പോലീസ് സ്റ്റേഷനിലിരുന്ന് കരയുന്നു. അവർ ഹസ്ബൻഡിനെ കാണാനില്ലെന്ന് പറഞ്ഞ് വേദനിക്കുന്നു. അഗ്നിയുടെ കണ്ണൊന്നടഞ്ഞു. ഫാമിലി, കുട്ടികൾ. അവൻ്റെ മനസ്സിൽ ഒരു വേദന ആളിക്കത്തി. നച്ചു അവൻ്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു. ദേവേട്ടാ, നമുക്കവരെ ഹെൽപ്പ് ചെയ്യണം. അവൻ തെറ്റ് ചെയ്തവനാണെങ്കിലും അവൻ്റെ കുട്ടികൾ, അവരെന്ത് തെറ്റ് ചെയ്തു? അവർക്ക് അച്ഛനെ നഷ്ടപ്പെടരുത്. അവളുടെ കണ്ണിൽ വേദന നിറഞ്ഞു. അഗ്നി വിക്രമിനെ നോക്കി. വിക്രം, നമ്മുടെ ടീമിനെ റെഡിയാക്കിക്കോ. അർജുൻ നായറിനെ ജീവനോടെ തിരിച്ചു കൊണ്ടുവരണം. ബോസ്, ഒറ്റയ്ക്ക്? അത് ഡേഞ്ചറാണ്. ആരാണ് ഇതിനു പിന്നിലെന്നറിയില്ല. എത്ര പേരുണ്ടെന്നറിയില്ല. ഞാൻ കൂടെ വരാം. അഗ്നി ചിരിച്ചു. വിക്രം, ഞാൻ ഒറ്റയ്ക്കല്ല. എൻ്റെ കൂടെ എൻ്റെ നച്ചുവിൻ്റെ പ്രാർത്ഥനയുണ്ട്. അത് മതി എനിക്ക്. ഞാൻ വിജയിച്ച് തിരികെ വരും. അവൻ തിരിഞ്ഞ് നച്ചുവിനെ നോക്കി. നച്ചൂട്ടാ, നീ വീട്ടിൽ പോ. അമ്മയുടെ കൂടെ നിൽക്ക്. സെക്യൂരിറ്റി ഡബിൾ ആക്കിയിട്ടുണ്ട്. ഒരീച്ച പോലും അകത്ത് കടക്കില്ല. ഞാൻ പോയിട്ട് വേഗം വരാം. വാക്ക്. നച്ചുവിൻ്റെ കണ്ണ് നിറഞ്ഞു. ഇല്ല ദേവേട്ടാ, ദേവേട്ടൻ ഒറ്റയ്ക്ക് പോണ്ട. ഞാനും കൂടെ വരും. ദേവേട്ടൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ജീവിച്ചിരിക്കില്ല. അവൾ അവൻ്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചു. അഗ്നി അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. നച്ചു, നീ എൻ്റെ ജീവനാ. നീ ഒപ്പം വന്നാ എൻ്റെ ശ്രദ്ധ മുഴുവൻ നിന്നിലാകും. അവർ നിന്നെ ടാർഗറ്റ് ചെയ്യും. എനിക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. പ്ലീസ് നച്ചു, എനിക്ക് വേണ്ടി. പൊന്നല്ലേ, അമ്മയ്ക്കൊപ്പം വീട്ടിൽ നിൽക്ക്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്ക്. നിന്റെ പ്രാർത്ഥനയാണ് എൻ്റെ രക്ഷ. മനസ്സിലായോ? അവൾ നിറഞ്ഞ കണ്ണുകളോടെ തലയാട്ടി. ശരി ദേവേട്ടാ, പക്ഷേ എനിക്കൊരു വാക്ക് തരണം. ഒരു പോറൽ പോലും ഏൽക്കാതെ തിരിച്ചു വരുമെന്ന്. എൻ്റെ അടുത്തേക്ക്. അവൾ കരഞ്ഞുപോയി. അവൻ അവളുടെ കൈ പിടിച്ച് തൻ്റെ നെഞ്ചിൽ വച്ചു. ഈ ഹൃദയം മിടിക്കുന്നിടത്തോളം ഞാൻ തിരിച്ചു വരും നച്ചു, നിന്റെ അടുത്തേക്ക്. വാക്ക്. അഗ്നിദേവിൻ്റെ വാക്ക്. അവൾ അവനെ കെട്ടിപ്പിടിച്ചു. അവൻ്റെ മുഖം കയ്യിലെടുത്തു. അവൻ്റെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. ഞാൻ കാത്തിരിക്കും. അവൾ അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി. അഗ്നി അവളുടെ നെറുകയിൽ ചുണ്ടുകൾ അമർത്തി. വരും. പിന്നെ അവൻ നിന്നില്ല. വിക്രമിൻ്റെ കൂടെ ഇറങ്ങി കാറിൽ കയറി. നച്ചു ബാൽക്കണിയിൽ ഇറങ്ങി നിന്ന് അവനെ നോക്കി. അവളുടെ കണ്ണുനീർ മഴത്തുള്ളിയിൽ അലിഞ്ഞു ചേർന്നു. മഹാദേവ, എൻ്റെ ദേവേട്ടനെ കാക്കണേ, അവൾ മനസ്സിൽ പ്രാർത്ഥിച്ചു. കാർ സ്പീഡിൽ പായുന്നു. ബാന്ദ്ര വെസ്റ്റ് ഓൾഡ് വെയർഹൗസ്. പുറത്ത് നല്ല മഴ, ഇടി, മിന്നൽ. വെയർഹൗസിൻ്റെ മുന്നിൽ കനത്ത ഇരുട്ട്. ഒരു ലൈറ്റ് പോലുമില്ല. പക്ഷെ അകത്ത് ചെറിയ വെളിച്ചം കാണുന്നു. ആരോ ഉണ്ട്. അഗ്നി കാർ നിർത്തി. വിക്രം, നീ ഇവിടെ നിൽക്ക്. പോലീസിനെ വിളിച്ച് ലൊക്കേഷൻ കൊടുക്ക്. പക്ഷെ അവർ വരുന്നതിന് മുമ്പ് ഞാനകത്ത് കയറും. ബോസ്, അത് വേണ്ട, അപകടമാണ്. വിക്രം, ഞാൻ പറഞ്ഞേ ചെയ്. അവൻ ഡോർ തുറന്നിറങ്ങി. മഴയിൽ നനഞ്ഞു. പക്ഷെ അവൻ കൂസാതെ ഉറച്ച കാലടികളോടെ അകത്തേക്ക് നടന്നു. കണ്ണിൽ അഗ്നി എരിയുന്നു. നെഞ്ചിൽ നച്ചുവിൻ്റെ മുഖം കത്തി ജ്വലിക്കുന്നു. അവൻ പതിയെ വെയർഹൗസിൻ്റെ ഡോറിൻ്റെ അടുത്തേക്ക് നടന്നു. ആയുധങ്ങളൊന്നുമില്ല. അവൻ്റെ ധൈര്യം, അതാണ് അവൻ്റെ ഏറ്റവും വലിയ ആയുധം. ഡോർ തള്ളി തുറന്ന് അകത്ത് കയറി മുന്നോട്ട് നടന്നു. അവിടെ ഒരു ചെയർ. അർജുൻ നായർ കൈയും കാലും കെട്ടിയിരിക്കുന്നു. വായിൽ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. മുഖം മുഴുവൻ രക്തം പൊടിഞ്ഞിട്ടുണ്ട്. അവന് ബോധമില്ല. അവന് ചുറ്റും 4 പേര് മുഖം മൂടി ഇട്ട് നിൽക്കുന്നു. അവരുടെ കയ്യിൽ ഗണ്ണുണ്ട്. അവർക്ക് നടുവിൽ ഒരാൾ ചെയറിൽ തിരിഞ്ഞിരിക്കുന്നു. കയ്യിലൊരു ഗ്ലാസ്. എന്തോ കുടിക്കുന്നുണ്ട്. അഗ്നി മെല്ലെ അകത്തേക്ക് കയറി. വന്നു ബോസ്, അവൻ വന്നു. എല്ലാവരും തിരിഞ്ഞു നോക്കി. അഗ്നിയുടെ നേരെ ഗൺ ചൂണ്ടി. ചെയറിലിരുന്നവൻ പതിയെ തിരിഞ്ഞു. വെൽക്കം അഗ്നിദേവ്, ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അഗ്നിയുടെ കണ്ണ് വിടർന്നു. ആ മുഖം, അതവൻ പ്രതീക്ഷിച്ച ആളല്ല. അതവൻ്റെ ഭൂതകാലത്തിലെ ഏറ്റവും വലിയ ശത്രു. അവൻ മരിച്ചു എന്ന് കരുതിയവൻ. അവൻ ജീവനോടെ മുന്നിൽ. നീ ജീവനോടുണ്ടോ? അഗ്നിയുടെ ശബ്ദം പതിഞ്ഞു. അയാൾ എഴുന്നേറ്റു. കയ്യിലെ ഗ്ലാസ് ടേബിളിൽ വച്ചു. അതെ അഗ്നി, ഞാൻ ജീവനോടെ ഉണ്ട്. നിന്നെ നശിപ്പിക്കാൻ, നിന്റെ എല്ലാം തകർക്കാൻ, നിന്റെ പെണ്ണിനെ കട്ടെടുക്കാൻ ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു.
നിന്റെ അച്ഛനെ ഞാൻ കൊല്ലുമ്പോൾ എൻ്റെ ലക്ഷ്യം നടന്നില്ല. എനിക്ക് ജയിലിൽ പോകേണ്ടി വന്നു. എൻ്റെ ഭാര്യയും മോനും എനിക്കെതിരെ സാക്ഷി പറഞ്ഞു. നിന്റെ അച്ഛനെ കൊന്നതിന് ഞാൻ ജയിലിൽ പോയി. നിന്റെ രണ്ടാനമ്മയെ പാട്ടിലാക്കി അയാളെ പരലോകത്തേക്ക് അയച്ചത് സ്വത്തുക്കൾക്ക് വേണ്ടി തന്നെയാണ്. പക്ഷെ സാരമില്ല അഗ്നി, ഞാൻ പുറത്തിറങ്ങിയപ്പോഴേക്കും നീ ഒരുപാടങ്ങ് വളർന്നുപോയി. നിന്നെ ഇല്ലാതാക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. അച്ഛനും മകനും എൻ്റെ കൈകൊണ്ട് മരിക്കണമെന്നാകും വിധി. അയാൾ ഉറക്കെ ചിരിച്ചു. വെയർഹൗസിൻ്റെ ഉള്ളിൽ നിശബ്ദത കീറിമുറിച്ച് അയാളുടെ പൊട്ടിച്ചിരിയായിരുന്നു. രുദ്രപ്രതാപ് സിംഗ് ചിരിച്ചുകൊണ്ട് നിന്നു. അഗ്നി ജ്വാലയായി നിന്നു. രുദ്ര, നീ എൻ്റെ അച്ഛനെ കൊന്നു, എൻ്റെ കുട്ടിക്കാലം തട്ടിയെടുത്തു. ഇന്ന് നീ എൻ്റെ ജീവിതം നശിപ്പിക്കാൻ വന്നിരിക്കുന്നു. എൻ്റെ നച്ചുവിൻ്റെ പേര് നിന്റെ വായിൽ നിന്ന് വീണു. നീ ഇനി ജീവനോടെ തിരിച്ചു പോകില്ല. എൻ്റെ കണക്കുകൾ ഞാൻ ഇവിടെ ഈ നിമിഷം തീർക്കും. പെട്ടെന്ന് അഗ്നി മിന്നൽ പോലെ ചാടി. രുദ്ര ഗൺ ചൂണ്ടും മുൻപ് അഗ്നിയുടെ കൈ രുദ്രയുടെ കയ്യിലെ ഗൺ തട്ടിത്തെറിപ്പിച്ചു. അത് ദൂരെ പോയി വീണു. ചുറ്റും നിന്ന 4 പേർ ഗണ്ണുയർത്തി ഫയർ ചെയ്യാൻ നോക്കി. അപ്പോൾ വിക്രം ഡോർ തകർത്ത് അകത്തേക്ക് പറന്നു വന്നു. ആദ്യത്തെ ആളിൻ്റെ ഗൺ തട്ടിത്തെറിപ്പിച്ചു. അവനെ ചവിട്ടി അവൻ തെറിപ്പിച്ച് ചുമരിൽ ഇടിച്ചു വീണു. രണ്ടാമത്തെ ആൾ വിക്രമിൻ്റെ നേരെ തിരിഞ്ഞു. വിക്രം അവൻ്റെ കയ്യിൽ പിടിച്ച് തിരിച്ചൊടിച്ചു. അവൻ്റെ ഗൺ നിലത്തേക്ക് വീണു. മൂന്നാമത്തെ ആൾ വിക്രമിൻ്റെ തലക്കടിക്കാൻ ഓടി വന്നു. വിക്രം കുനിഞ്ഞൊഴിഞ്ഞുകൊണ്ട് അവൻ്റെ വയറ്റിലൊരു പഞ്ച്. അവൻ കുനിഞ്ഞതും മുട്ടുകൊണ്ട് മുഖത്താഞ്ഞിടിച്ചു. നാലാമത്തെ ആൾ അപ്പോഴേക്കും ഓടി രക്ഷപ്പെടാൻ നോക്കി. വിക്രം അവൻ്റെ കാലിൽ ഇടങ്കാൽ തട്ടി വീഴ്ത്തി. ഒപ്പം തലയിൽ ഒരടി കൂടി. അവൻ ബോധം കെട്ട് വീണു. 1 മിനിറ്റ്, വെറും 1 മിനിറ്റ്. 4 പേരും നിലത്ത് കിടക്കുന്നു. വിക്രം നിന്നു, ശ്വാസം വലിച്ചു വിട്ടു. ബോസ്, രുദ്രയെ നോക്കിക്കോ, ഇവരെ ഞാൻ നോക്കിക്കോളാം. വെയർഹൗസിൻ്റെ നടുവിൽ അഗ്നിയും രുദ്രയും മുഖാമുഖം നിന്നു. പോരുകോഴികളെ പോലെ, വെറും കൈയോടെ. ആയുധമൊന്നുമില്ല, ധൈര്യം മാത്രം. രുദ്ര ഷർട്ട് ഊരിയെറിഞ്ഞു. ശരീരം മുഴുവൻ ടാറ്റു, മുറിവിൻ്റെ പാടുകൾ, ഒരു യുദ്ധഭൂമി പോലെ. അഗ്നി, ഇന്ന് നമ്മുടെ കണക്ക് തീർക്കാം. നിന്റെ അച്ഛൻ തോറ്റതുപോലെ നീയും തോൽക്കും. അവൻ ഒരു പഞ്ച് അഗ്നിയുടെ മുഖത്തിന് നേരെ. അഗ്നി വേഗം ഒഴിഞ്ഞു മാറി തിരിച്ചടിച്ചു, നേരെ രുദ്രയുടെ വയറ്റിൽ. രുദ്ര ഒരു സ്റ്റെപ്പ് പിന്നോട്ട് പോയി. കൊള്ളാം അഗ്നി, ഒടുക്കത്തെ പവറാണല്ലോ നിനക്ക്. പറഞ്ഞു തീരും മുന്നേ അഗ്നി അടുത്ത ഒരെണ്ണം കൊടുത്തു, അവൻ്റെ കവളിൽ തന്നെ. രുദ്രയുടെ വായിൽ നിന്നും രക്തം തെറിച്ചു. ഇത്രേ ഉള്ളോ രുദ്ര നിന്റെ സ്റ്റാമിന? അഗ്നി പാഞ്ഞു ചെന്നു രുദ്രയുടെ കഴുത്തിൽ പിടിച്ച് എടുത്തുയർത്തി അവനെ തറയിലടിച്ചു. വെയർഹൗസ് മുഴുവൻ കുലുങ്ങി. രുദ്രയുടെ വായിൽ നിന്ന് രക്തം ഒഴുകി പരന്നു. പക്ഷെ അവൻ എഴുന്നേറ്റ് നിന്നു, ഭ്രാന്തനെ പോലെ ചിരിച്ചു. അഗ്നി, രുദ്ര ഒരു കമ്പി എടുത്തു. അഗ്നിയുടെ തലയ്ക്കടിക്കാൻ ഓങ്ങി. അഗ്നി അത് കൈകൊണ്ട് തടുത്തു. കമ്പി അവൻ്റെ കയ്യിൽ കൊണ്ടു. എല്ല് പൊട്ടുന്ന ശബ്ദം. അഗ്നി പല്ല് കടിച്ചു പിടിച്ചു. മറു കൈകൊണ്ട് രുദ്രയുടെ മുഖത്ത് ആഞ്ഞൊരിടി. അവൻ്റെ പല്ല് തെറിച്ചുപോയി. രുദ്രയുടെ മൂക്ക് പൊട്ടി രക്തം ഒഴുകി പടർന്നു. അഗ്നി രുദ്രയുടെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ചുയർത്തി. രുദ്ര, എൻ്റെ അച്ഛനെ നീ. അവൻ്റെ കൈ അവൻ്റെ വയറ്റിൽ ഇടിച്ചു കയറി. രുദ്ര ചുമച്ചുകൊണ്ട് രക്തം തുപ്പി. അഗ്നി, നിന്റെ അച്ഛൻ പറഞ്ഞിരുന്നു, എൻ്റെ മോൻ, എൻ്റെ അഗ്നി, അവൻ വളർന്നു വരും. അവൻ നിന്നെ കൊല്ലും. എൻ്റെ രക്തത്തിന് പകരം നിന്റെ രക്തം കൊണ്ട് കൈ കഴുകുമെന്ന്. രുദ്ര പറഞ്ഞതും അഗ്നിയുടെ ഹൃദയം പിടച്ചു. അഗ്നിയുടെ കണ്ണിൽ തീയാളി. അതേ രുദ്ര, അച്ഛൻ പറഞ്ഞത് സത്യമായി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നു. അച്ഛൻ്റെ രക്തത്തിന് പകരം നിന്റെ രക്തം. അവൻ രുദ്രയെ എടുത്തുയർത്തി ഒരു ഇരുമ്പ് തൂണിൽ അടിച്ചു. തൂൺ വളഞ്ഞുപോയി. രുദ്രയുടെ നെഞ്ചിലെ എല്ല് പൊട്ടി. അവൻ നിലത്ത് വീണു, അനങ്ങാൻ പറ്റാതെ കിടന്നു. അഗ്നി അവൻ്റെ നെഞ്ചിൽ കാൽ വച്ചു. രുദ്ര, ഇതെൻ്റെ അച്ഛന് വേണ്ടി. അവൻ കാലമർത്തി. രുദ്ര നിലവിളിച്ചു. ഇതെൻ്റെ നച്ചുവിൻ്റെ പേര് നീ പറഞ്ഞതിന്. അവൻ വീണ്ടും കാലമർത്തി. രുദ്രയുടെ വായിൽ നിന്നും രക്തം ഒഴുകി പടർന്നു. ഇത് നീ എൻ്റെ ജീവിതം നശിപ്പിക്കാൻ നോക്കിയതിന്. അഗ്നി കാലെടുത്തു.
രുദ്രയുടെ കഴുത്തിൽ ചവിട്ടി അമർത്തി. അഗ്നി നിന്നു. ശ്വാസം വലിച്ചു വിട്ടു. 15 വർഷത്തെ പക ഇന്ന് തീർന്നു. അച്ഛൻ്റെ ആത്മാവിന് ഇന്ന് ശാന്തി കിട്ടി. വിക്രം അടുത്തേക്ക് വന്നു. ബോസ്, എല്ലാം കഴിഞ്ഞു. ബോസ് ഗ്രേറ്റാണ്. ഇത്രയും പേരെ. അഗ്നി വിക്രമിൻ്റെ തോളിൽ തട്ടി. വിക്രം, നീ ഇല്ലായിരുന്നെങ്കിൽ എനിക്കിതൊന്നും സാധിക്കില്ല. വിക്രം. അഗ്നി അവനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അന്നാദ്യമായി. അഗ്നി അവനുമായി പുറത്തേക്ക് നടന്നു. മഴ തോർന്നിരുന്നു. അവൻ കാറിൽ കയറി. വിക്രം ഡ്രൈവ് ചെയ്തു സീഫേസ് വില്ലയിലേക്ക്. വില്ലയുടെ മുന്നിൽ തന്നെ നച്ചു കാത്തു നിൽപ്പുണ്ടായിരുന്നു. കവളിൽ കണ്ണുനീർ ചാലൊഴുകുന്നു. അഗ്നി കാറിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടതും ദേവേട്ടാ എന്നൊരലർച്ചയോടെ അവൾ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു പൊട്ടിക്കരഞ്ഞു. ദേവേട്ടാ, എൻ്റെ മഹാദേവ. അവൾ അവൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി കരഞ്ഞു. അഗ്നി അവളെ ചേർത്ത് പിടിച്ചു. നച്ചു, എല്ലാം കഴിഞ്ഞു. ഇനി ഒരു ശത്രുവും നമ്മുടെ നേർക്ക് വരില്ല. ഇനി നമ്മൾ മാത്രം. നീ ആഗ്രഹിച്ച നമ്മുടെ ജീവിതം, നമ്മുടെ സന്തോഷം. ഫ്രണ്ട്സ്, ഇനി കല്യാണം. നിങ്ങൾ കാത്തിരുന്ന സൈക്കോയുടെ അണപൊട്ടി ഒഴുകുന്ന പ്രണയം. നാളത്തെ പാട്ടിനായി കാത്തിരിക്കൂ.